ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ സംക്രാന്തിയാണ്. അപ്പോൾ എന്താണ് ഈ സംക്രാന്തി, എങ്ങനെയൊക്കെയാണ് ഈ ഒരു സംക്രാന്തി ആചരിക്കൽ എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂര്യൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടക മാസം. വീട്ടിലെ എല്ലാ ദുരിതങ്ങളും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് കർക്കിടകം തുടങ്ങുന്നതിന് മുൻപ്, അതായത് മിഥുനമാസത്തിലെ അവസാന നാളിൽ ചേട്ടയെ കളയൽ അഥവാ സംക്രാന്തി എന്നൊരു ചടങ്ങ് ആചരിച്ചു വരുന്നത്. ചേട്ട പുറത്ത് ശീവോതി അകത്ത് എന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അതായത് കർക്കിടകം വരുന്നതിന് മുൻപ് വീടും പരിസരവും പറമ്പും എല്ലാം വൃത്തിയാക്കുകയും വീടിനുള്ളിലെ പഴയ സാധനങ്ങളും മുഷിഞ്ഞ തുണികളും എല്ലാം മാറ്റി സംക്രാന്തി വൈകുന്നേരം വീട്ടിലെ മുതിർന്ന ആൾ ഇതെല്ലാം വീടിനടുത്തെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി കളയുകയും ചെയ്യണം. പഴയ മുറത്തിൽ ചൂലുകൊണ്ട് കുട്ടി കടക്കപ്പുറത്ത് എന്ന് പറയുന്നതും ഒരു ചടങ്ങാണ്. കർക്കിടക സംക്രമണം തുടങ്ങുന്നതിന് ഒരു നാഴിക മുൻപ് നമ്മൾ പൂജാമുറി അലങ്കരിക്കണം. ദശപുഷ്പവും വാൽക്കണ്ണാടിയും അലക്കിയ കോടിത്തോർത്തും കൺമഷി ചാന്തും സിന്ദൂരച്ചേപ്പും അക്ഷതവും ചേർന്നതാണ് പൂജാമുറിയിലെ അഷ്ടമംഗല പാത്രം. അഷ്ടമംഗല പാത്രത്തിൽ ചെറിയ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം. സംക്രാന്തി ദിനത്തിൽ സന്ധ്യയ്ക്ക് ഒരു പഴയ മുറത്തിൽ 3 ചോറ്റുരുളകൾ വെക്കണം. ഈ ഒരു ചോറ്റുരുളകളുടെ മുകളിൽ 3 തിരികളും കത്തിച്ചു വെച്ച് ഈ ചോറ്റുരുളകൾ കറുത്തതും വെളുത്തതും മഞ്ഞ നിറത്തിലുമുള്ളത് ആയിരിക്കണം. എന്നിട്ട് ഈ ഒരു മുറത്തിൽ എരിഞ്ഞ ഇല, കുവയില, കുറ്റിച്ചൂല്, മൈലാഞ്ചി എന്നിവയും കൂടി വെച്ചുകൊണ്ട് ഈ മുറം കൈകളിൽ വെച്ച് എല്ലാ മുറികളും കയറിയിറങ്ങി മൂദേവി പോ ശീപൂതി വാ എന്ന് പറഞ്ഞ് വേണം ഓരോ മുറിയിലും കയറി ചെല്ലാൻ. അതിനുശേഷം വീട് 3 പ്രാവശ്യം വലം വയ്ക്കണം. അതിന് വീട് വലം വെച്ചതിന് ശേഷം അതിലെ സാധനങ്ങളെല്ലാം ദൂരെ ഒഴിഞ്ഞൊരു കോണിൽ ഉപേക്ഷിച്ച് ഈ ചടങ്ങ് ചെയ്ത ആൾ തോട്ടിലോ കുളത്തിലോ പോയി ഒന്ന് മുങ്ങി കുളിച്ച് വന്ന് കോടി വസ്ത്രം ഉടുക്കണം. പിന്നെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ദശപുഷ്പങ്ങൾ ചൂടി മഹാലക്ഷ്മിയെ നല്ലോണം പ്രാർത്ഥിക്കുകയും വേണം. ഇതാണ് സംക്രാന്തി ദിനത്തിൽ നാം ആചരിച്ചു വരുന്ന ചടങ്ങ്. അപ്പോൾ ഏവർക്കും കർക്കിടക മാസം ഒരു പുണ്യമാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.